പണ്ടൊരു ചൊല്ലുണ്ട്, എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്ക്, അതിന് നീ എന്തിനാ ഉണങ്ങുന്നത് എന്ന്. അതുപോലെയാണ് ഈ കേസിൻ്റെ വിധിയും അതിനുശേഷം നടന്ന ആഘോഷങ്ങളെയും കാണുമ്പോൾ ചോദിക്കുന്നത്. നിത്യ ചെലവിന് അക്കൗണ്ടിൽ നിന്ന് കാശെടുക്കാം എന്ന് പറഞ്ഞതിന് എന്തിനാണ് ലക്ഷങ്ങളും കോടികളും ഇട്ട ആൾക്കാർ ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. ഇനിയിപ്പോൾ ഇതുവരേക്കും അവർക്ക് ചെലവിന് കൊടുത്തത് ഇവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഏതായാലും അവരുടെ അക്കൗണ്ടിൽ നിന്ന് ചെലവിനെടുത്തോളുമല്ലോ, അതും ഇനി നമ്മൾ സഹിക്കണ്ടല്ലോ എന്നായിരിക്കാം ചിലപ്പോൾ ഇവർ കരുതുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിൻ്റെ ഇന്നത്തെ കോടതി വിധിയും അതിനുശേഷം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് സെയിം വിഷയത്തിൽ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് വിധി എന്ന്. അപ്പോൾ ആരാണ് ദേവൻ രാവേന്ദ്രൻ എന്നൊക്കെ മനസ്സിലാക്കാത്ത ആളായിരിക്കാം ഇത്തരത്തിലുള്ള ആഘോഷം നടത്തുന്നത്. ഞാൻ ഒരുപാട് ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവർ വെടിപൊട്ടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുന്നു. മറ്റേ ആ 2 ടീമുണ്ടല്ലോ, എനിക്കൊരാൾ അയച്ചു തന്നത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കേരളത്തിലുള്ള എല്ലാ തട്ടിപ്പുകളും കൊണ്ട് ആ തട്ടിപ്പുകളൊക്കെ വീഡിയോ ആക്കിയിട്ട് ജീവിക്കുന്ന ഒരു 2 ആളുണ്ട്. അവരുടെ പേരൊന്നും എനിക്കറിയില്ല. അദ്ദേഹം വെടിപൊട്ടിക്കുന്നു, പിന്നെ അങ്ങനെയൊക്കെയാണ്, അവർക്ക് അങ്ങനെയൊക്കെ പറ്റൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഞാനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവർക്കൊക്കെ ഡോക്യുമെൻ്റൊക്കെ അയച്ച് കൊടുത്ത ആൾക്കാരൊക്കെ ഇപ്പം നേരെ തിരിച്ചിട്ട് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് അടങ്ങ്, കുറച്ചടങ്ങ്, കോടതിയുടെ വിധി വരുന്നവരെ അടങ്ങ്. നമ്മൾ ഇനി എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? നിങ്ങളൊരു രേഖയില്ലാതെ ഇവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ വിശ്വസിക്കാൻ മാത്രം നിങ്ങൾ പിന്നെയും മണ്ടന്മാരാവല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു രേഖ കിട്ടട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തെല്ലാം കളവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെയല്ലേ ഇവർ 2 ആളെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓഡിയോ ഒക്കെ ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത്. അതുപോലെ 29-ാം തീയതി ആവും, നമ്മൾ ഇന്നലെ കേസ് ജയിച്ചു എന്ന് 20-ാം തീയതി തന്നെ ഇവർ ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ കേസൊക്കെ ജയിച്ചു, നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസായി. എത്ര ആൾക്കാരാണ് അതിന് ആ കാര്യം വിശ്വസിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടത്. അതും ഒരു ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടതാണ്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ വക്കീൽ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ചീന മേഡത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയിന്ന് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ലൈവിൽ വന്നിട്ട്, കാരണമുണ്ട്, ഈ ഒരു ക്രിസ്മസ് എങ്ങനെയെങ്കിലും ഇവർക്ക് കടന്നുകൂടണം. ഈ ക്രിസ്മസിന് ഇവർക്ക് പിന്നെ ആൾക്കാരെ അധികം വിഷമമില്ലാതെ കടന്നുകൂടണം. അതിന് ശേഷം എന്ത് കഴിക്കഴിഞ്ഞാലും ഇവർക്ക് പ്രശ്നമില്ല. അപ്പോൾ നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ പേ ഔട്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ വാലറ്റിൽ പൈസ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷമാവും. അതുകൊണ്ട് പിന്നെ വാലറ്റിൽ പൈസ വരും. അപ്പോൾ കുറച്ച് മണ്ടന്മാർ ചിലപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ നോക്കും, അപ്പോൾ കിട്ടൂല. അപ്പോൾ പറയുന്നത് ഞാൻ മറ്റേ ഓർഡറിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം. പിന്നെ അടുത്ത ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം കൂടി കിടന്ന് അതൊക്കെ മറന്നേക്ക് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാം, അതൊക്കെ എല്ലാം ശരിയാവും, 29-ാം തീയതി ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കൂ എന്ന് പറയും. അടുത്ത ദിവസം പടയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇനി ചൊവ്വാഴ്ച ചിലപ്പോൾ ഈ ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ 3-ാം തീയതി മാത്രമേ പിന്നെ വാദങ്ങളുള്ളൂ, കോടതിയുള്ളൂ. പക്ഷേങ്കിൽ ചിലപ്പോൾ ക്ലറിക്കൽ സ്റ്റാഫൊക്കെ വരുമായിരിക്കാം, ഇതിൻ്റെ ഓർഡറൊക്കെ അവർ അപ്ലോഡ് ചെയ്യുമായിരിക്കും. എന്തായാലും നാളെയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ കിട്ടും. നാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ആഘോഷങ്ങൾ അപ്പാടെ നിൽക്കും. സത്യത്തിൽ ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. ഇവർക്ക് നിത്യ ചെലവിന് അമ്മേ തായേ
ക്രിസ്മസാണ് വരുന്നത്, ഒരു കേക്ക് മുറിക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ എണ്ണ അടിക്കാൻ പൈസയില്ല, 2 കൊച്ചു കുട്ടികളുള്ളതാണ്, അത് ഡ്രസ്സ് വാങ്ങാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചിയിട്ട് നിത്യ ചെലവിനുള്ളത് എടുക്കാം എന്ന് മാത്രം പറഞ്ഞ ഒരു വിധിയെയാണ് ഇവരുടെ, അതും പേഴ്സണൽ അക്കൗണ്ടിലെ നിത്യ ചെലവിന് കാര്യങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ ഒരു വിധിയെയാണ് ഇവർ ഇത്രമാത്രം ആഘോഷിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ശരിയാണ്, ഇവർ ആഘോഷിക്കട്ടെ, ആരും തടയാൻ പോകണ്ട, ഇവർ ആഘോഷിക്കട്ടെ. ഇവരെ പൈസ പോയതാണ്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ 1-ാം തീയതി മുതലേ ഇവർ ടെൻഷനിലായിരുന്നു, കഴിഞ്ഞ 21 ദിവസം ഇവർ ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇവർ മതിമറന്ന് ആഘോഷിക്കട്ടെ. അപ്പോൾ ഓർഡർ വരുന്നവരെയല്ലേ ആഘോഷിക്കുള്ളൂ. ഇത് നമ്മളെ മിന്നാരം എന്ന സിനിമയിൽ അല്ലേ പറഞ്ഞത്, എത്ര വേണമെങ്കിലും തച്ചോ, പക്ഷേ ഇന്ന് നിങ്ങളെ ഭൂതം പിടിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഓർഡർ വരുന്നവരെ ആഘോഷിക്കാം. ഇനി ഓർഡറിനെയും ചിലപ്പോൾ വളച്ചൊടിക്കുമായിരിക്കും. നമ്മുടെ പണ്ട് ഓർമ്മയുണ്ടല്ലോ, ജാമ്യത്തിൽ ഇവർ കൊടുത്ത അപേക്ഷയൊക്കെ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ പേരൊക്കെ വെച്ച് പറഞ്ഞുകൊണ്ടാണ് അക്കരെ കണ്ണടച്ചേട്ട, ഇതായിരിക്കും ചിലപ്പോൾ കണ്ണടച്ചേട്ടൻ, ചിലപ്പോൾ ഞാനായിരിക്കാം. ഞാനാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മറുപടി പറയുന്നു. അക്കരെ കണ്ണടച്ചേട്ട, കിടന്നിനിയും മെഴുകണ്ട, കോടതി വിധി നാളെ പബ്ലിക്കാക്കും. കോടതി വിധി നാളെ പബ്ലിക്കാക്കുമെന്ന് 7:30 ഇവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇവർ വീണ്ടും പറ്റിച്ചതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നത്. നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനിലക്കരയും ഇപ്പോൾ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഒരുപാട് ആൾക്കാർ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഒക്കെ കൊണ്ടു നടന്നവരെ അങ്ങനെ എല്ലാവരും എല്ലാ കാലത്തും വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇപ്പോൾ ചില സംശയങ്ങൾ നിങ്ങളിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരും ഇപ്പോൾ വിധി കാത്തിരിക്കുകയാണ്. കോടതി വിധിയുടെ പകർപ്പിന് വേണ്ടി അവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു വിധി പകർപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് അധികം ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിൽ അധികം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരേതായാലും ആഘോഷം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവരാഘോഷിക്കട്ടെ. പക്ഷേങ്കിൽ ഇനിയും അവരെ പലതും പറഞ്ഞ് മോഹിപ്പിക്കരുത്. എന്തായാലും കോടതിയുടെ വിധി നല്ലത് തന്നെയാണ്. ഇവർക്ക് ഈ ബിസിനസ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. അല്ലാതെ കോടതി നീട്ടിവെച്ചിരുന്നെങ്കിൽ അവർ പിന്നെയും പലതും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുമായിരുന്നു. അപ്പോൾ ഇന്നോടുകൂടി ഇത് എൻഡാണ്. അറിയാൻ കഴിഞ്ഞത് കോടതി തുറക്കുമ്പോൾ ഹൈക്കോടതിയിൽ 1-2 പൊതു താല്പര്യ ഹർജിയും കൂടി വരാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ലൈവ് ഇടുന്നത് ജയിലിൽ നിടേണ്ടി വരും എന്നതാണ്. ക്രിപ്റ്റോയും HROTTയുടെ ഫണ്ട് ശേഖരണവും ചെറിയൊരു പെട്ടിക്കട കാണിച്ചിട്ട് അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിൽ മണി ചെയിൻ സംഘടിപ്പിച്ചതിൻ്റെയും ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളൊന്നും പറഞ്ഞത് മാറ്റി പറയാനൊന്നും നിൽക്കുന്നില്ല. ലൈവിൽ അങ്ങനെ പറഞ്ഞു തോന്നുന്നല്ലേ, നിങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ്, ഇനി കൂടുതൽ പറയുകയുള്ളൂ. ബൈ.